ഞാൻ വന്നിട്ടുള്ളതൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒട്ടും മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കിയ ബീഫാണിത്. ഈ റെസിപ്പി അറിയാത്തവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അപ്പം ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ഇപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. മൺകലത്തിലാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അടുപ്പത്ത് വെക്കുകയാണ്. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ 1 സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളത്. ഒരുപാട് മല്ലിപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ല, അപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ കായൊക്കെ ഒരുപാട് കറിയൊക്കെ വേണമെങ്കിൽ മല്ലിപ്പൊടി കൂട്ടി കൊടുക്കാം. ഇത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ്. പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളകും കൂടി കീറിയിടുന്നുണ്ട്. അത് അവനൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി പിന്നെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചതക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫ് വേകുമ്പം ഈ ഒരു ഉള്ളി വെന്തിട്ട് നന്നായിട്ട് മസാലയായി കിടക്കും. ഇനി അതിലേക്ക് ചെറിയ ജീരകം ഇടുന്നുണ്ട്. നമ്മൾ കുരുമുളക് ഇട്ട് വെക്കണ ബീഫായാലും ചിക്കനാണെങ്കിലും അതിലേക്ക് ചെറിയ ജീരകം ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലുമാണ്. അപ്പം ഞാനൊരു സ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ കറിവേപ്പും ചെറിയ ഉള്ളി ഇട്ട് തൂമിച്ചെടുക്കുകയാണ് ചെയ്യുക. അതാ ഉള്ളിയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് മൂത്ത് വന്നിട്ട് നമ്മൾ വേവിച്ച ബീഫ് ഇതിലിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ കുരുമുളകൊക്കെ ഇട്ട് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് കറി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നീട്ടിയെടുക്കാം. അല്ല ഈ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. ഞാൻ ഇതൊന്ന് വറ്റിച്ചെടുത്തിട്ട് പൊരിച്ച രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ചാറോട് കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാനതിൻ്റെ മുകളിലൂടെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അത് ആ കുരുമുളക് ഇങ്ങനെ ചെറുതായിട്ടൊരു കടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഞാനൊരു പാത്രത്തിലേക്ക് അതൊന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഒരു മുളകും പൊടി ഒന്നും ഇടാതെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.